വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മുടെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കൈ കെട്ടി ഇരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല. ഇത് എന്റെ ഈ വീടിന്റെ ആധാരമാണ്. ഇതാരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിന്റെ ആധാരമാണ്. ബാങ്കിനോടൊപ്പം അടച്ചു തീർന്നപ്പോൾ ഇതിൽ ഒറിജിനൽ കൈ കിട്ടി. അപ്പൊ അങ്ങനെയാണ് കൈ കിട്ടി. ഇതിന്റെ ഒറിജിനൽ എല്ലാം രേഖകളും എന്റെ കയ്യിൽ. ഡോക്ടർ സൗമ്യ എവിടെ, എന്താണ് ഡോക്ടർ സരിത പ്രചരണത്തിനകത്ത് എന്നുള്ള ചോദ്യങ്ങളും അതിന്റെ സംശയങ്ങളൊക്കെ വെറുതെ അന്തരീക്ഷത്തിൽ കുറെ കാലം ഞാൻ നിന്നിരുന്നു. ഞാൻ അന്നും പറഞ്ഞ മറുപടിയുണ്ട്, എന്നും പറയുന്നൊരു മറുപടിയുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവിനോട് നന്ദിയുണ്ട്. സൗമ്യ കള്ളിയാണെന്നും സരിൻ പെരുങ്കോളനാണെന്നൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു വസ്തുതയും ഇല്ലാതെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ ഇലക്ഷൻ എങ്ങനെയാണ്, ഇലക്ഷന് വോട്ട് ചേർക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് മുഴുവൻ മലയാളികൾക്കും ഒരു എഡിറ്റോറിയൽ പോലെ, ഒരു ട്യൂട്ടോറിയൽ പോലെ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വലിയ നന്ദി പറയുകയാണ് തുടക്കത്തില്. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്റെ വീടിന്റെ ആദ്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരാം. വീട്ടു നമ്പർ 27/474 കൃഷ്ണ ചിന്താനഗർ കാടാൻകൂട് 27-ാം വാർഡിലെ 424-ാം വീടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യം വരുമെങ്കിൽ അങ്ങനെയല്ല. ഇനി താങ്കൾ ഉപദേശിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് താങ്കൾ ഇനിയും അസത്യങ്ങളാണ് വിളിച്ചു ഉദ്ദേശിക്കുന്നത് എങ്കിൽ പക്ഷെ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ സൗമ്യ അതിന് മറുപടി പറയും. കാരണം ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിന്റെ തിരക്കിലും കൂടിയാണ്. സൗമ്യ ഇലക്ഷൻ പ്രചാരണത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരണമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണത്തിന്റെ അന്ന്. ഇന്നലെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ പ്രസ്താവനകൾ പടച്ചുവിടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പിടിച്ചു വരാൻ സൗമ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നും അത് സൗമ്യയുടെ ഭാഗം, ഡോക്ടർ സൗമ്യയുടെ ഭാഗം എങ്ങനെ വ്യക്തമാക്കി തന്നെ പറയണം എന്നുള്ളതിന്റെ കൃത്യം ബോധ്യത്തിലാണ് സൗമ്യ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇതാണ് എന്റെ വീട്. നിങ്ങളെല്ലാവരും എന്നെ വന്ന് കണ്ടിരിക്കുന്ന വീട് ഇവിടുന്ന് 250 മീറ്റർ അപ്പുറത്താണ്. അന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിരുന്നു, എന്റെ സ്വന്തം വീട്ടിൽ താഴത്തെ നിലയിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡ് താമസിക്കുന്നുണ്ട്. അവര് അവിടെ താഴത്തെ നിലയിൽ താമസം തുടരുകയാണ് എന്നുള്ളത് കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത് പോലും. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ എന്നെ കാണാനും അല്ലാതെയും ഒക്കെ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് എന്നെ ഹരിയേട്ടനും കുടുംബം അറിയിച്ചിരുന്നു. അവര് ഈ മാസം റിട്ടയർ ആവാണ് ഡോക്ടർ മീന. അവരെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറ്റി പൂർണ്ണമായി ഇവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ മറ്റൊരിടം തേടി ഒരു 200 മീറ്റർ അപ്പുറം താമസിച്ചു തുടങ്ങിയതും നിങ്ങളെല്ലാവരും എന്നെ അവിടെ കണ്ടു തുടങ്ങിയതും. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എന്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് 2 മാസമോ 3 മാസമേ ആയിട്ടുള്ളൂ എന്നതുമാണ്. എങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്നു ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. ഈ വീട് വാങ്ങിയിട്ട് 7 വർഷത്തിലേറെ 2018-ലാണ് സൗമ്യയുടെ സമ്പാദ്യവും എന്റെ കുറച്ച് നീക്കിയിരിപ്പും വെച്ചാണ് ഈ വീട് വാങ്ങുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വാടകയിലുള്ള ഹരിയേട്ടനും കുടുംബവും ഡോക്ടർ മീനയുടെ 2020 ഡിസംബർ മുതലും എത്തിയാണ് തോന്നുന്നു അവർക്ക് നമ്മുടെ താഴത്തെ ഭാഗം റെന്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. എന്റെ ഈ വീടിന്റെ പേരിൽ ഞാനൊരു വോട്ടർ ഐ ഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും സൗമ്യയും ഈ വീടിന്റെ പേരിൽ 2018 മുതൽ ഞങ്ങളുടെ കൈവശമുള്ള കാശ് കൊടുത്തു വാങ്ങിയതിന്റെ ആധാരവും കാര്യങ്ങളും വീണ്ടെന്ന് തോന്നുന്നു. സൗമ്യ അതൊക്കെ കാണിക്കേണ്ടത് അതൊന്നുമില്ല. അപ്പോ അതടക്കമുള്ള ഈ വീടിന്റെ പേരിൽ ഇവിടെ താമസം തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ പാർലമെന്റിന് വോട്ട് ചെയ്തത് 2024 പാർലമെന്റിന് വോട്ട് ചെയ്ത് വെച്ച പാലത്താണ്. സൗമ്യം വോട്ട് ചെയ്ത് വെച്ച പാലത്ത് തന്നെയാണ്. അത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരാളാണ് സൗമ്യ. 2022-23 കാലഘട്ടത്തിലാണ് സൗമ്യ ഒരുപക്ഷെ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുകളിൽ താമസിച്ചത്. കാരണം
സ്വാമി അവൈറ്റ് സാഹചര്യത്തിൽ ഷാർജയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള 11 മാസത്തിൽ കൂടുതൽ ഏകദേശം 1 വർഷത്തോളം കാലം അവൈറ്റിസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസാവകാശമുള്ള ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വോട്ടിന് അപേക്ഷിച്ച് ആ വോട്ടർ ID കാർഡായി തപാലിൽ അയച്ചു കിട്ടിയ വോട്ടർ ID കാർഡാണിത്. എന്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇതിലുണ്ട്. ചിന്താനഗർ, പാലക്കാട്. വീട്ടു നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. അപ്പോ ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഇവിടെ എന്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയെന്നൊക്കെ ഇന്നലെ BJP പറഞ്ഞു കേട്ടു. ഈ വീടിന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല. ഇതെന്റെ അഫിഡവിറ്റ് ആണ്. ഇതൊരു പ്രിന്റ് ഔട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇലക്ഷൻ അഫിഡവിറ്റ് ഞാൻ കൊടുത്തത്. അതിപ്പോ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ്. വളരെ കൃത്യമായിട്ട് എന്റെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും BJP അതിൽ നിന്ന് മലക്കം പറഞ്ഞു. അല്ലെ, ഞങ്ങള് സ്വന്തമായിട്ട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സ്വന്തം വീട്ടിലല്ല താമസം എന്നൊക്കെയാണ് ഇന്ന് മലക്കം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ 1,95,000 വോട്ടർമാരെ പാലക്കാട് ജനിച്ചു വളർന്നവർ എന്നുള്ള ഐഡന്റിറ്റിയിലുള്ളവർ 2 പേർ മാത്രമാണ്. ഒരു 70% വരെ പോകാം. ബാക്കി 50,000-ഓളം വോട്ടർമാർ ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് സെറ്റിൽ ചെയ്തവരോ ഇവിടെ ഒരു ജോലി ആവശ്യത്തിനോ ഒരു വീട് വാങ്ങിയിട്ടോ ഒക്കെ ഇവിടുത്തുകാരായി മാറിയതാണ്. ഞാൻ പാലക്കാടുകാരനാണ് എന്ന് പറയുന്നതാണ് പലർക്കും സങ്കടമെങ്കിൽ ഞാനതിനെന്താ ചെയ്യാം? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് തിരുവില്ലാമലയിലും പഠിച്ചത് പടയന്നൂരും പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും അതിനുശേഷം ജോലിയായിട്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരും ഇതൊക്കെ തുറന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. 33-ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച ശേഷം ഞാൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങി. 2 കൊല്ലത്തിന് ശേഷം പാലക്കാട് ഒരു വീട് വാങ്ങുന്നു. പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് താമസം തുടരും. എന്റെ ഈ വീട്ടിലേക്കുള്ള ID-യിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്ത് മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു 5 വർഷക്കാലമായിരുന്നു 2016-21 കാലഘട്ടം. ആ കാലഘട്ടത്തിലും അതിനുശേഷവും എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീട് മാത്രമായിരുന്നു. ആ വാടക വീട്ടിലെ എന്റെ അഗ്രിമെന്റിന്റെ പേരിലുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് എനിക്ക് അവിടുത്തെ വോട്ടർ ID പോലും കിട്ടുന്നത്. അപ്പോ ഇതൊക്കെ വസ്തുതകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസും BJPയും വ്യാപകമായി ആളില്ലാത്ത വീടിന്റെ വാടക വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടു നമ്പർ ഇല്ലാത്ത, വളരെ വളരെ രഹസ്യാത്മക സ്വഭാവം എന്ന രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ്, വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞ് കൃത്യമായി CPM 2 ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോ അതിനെ തടയിടാൻ വ്യക്തിയധിക്ഷേപം നടത്തി വോട്ടിൽ നിന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യനും എടുത്ത വോട്ടർമാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസുകാരോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണമെന്ന് കൂടി പറയുകയാണ്. സൗമ്യക്ക് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സൗമ്യ ഇടപെടും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് മറുപടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ്. എന്റെ വഴി രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല. എന്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞു ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എന്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതം ഒളിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ്. അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഇടപെടലുകൾ നടത്തുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എന്റെ ഒരു സംവേദനമാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളാണ്. ആ ഒരു ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്.
പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽക്ക് തന്നെ അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിനൊരു ബൈറ്റ് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാനതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു പാർട്ടി മാത്രം എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ്. വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെയെല്ലാം മുഴച്ചു നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നും എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും ഞാൻ എതിർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെയാണ് അവരുടെ മനോവൈകല്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദം നടത്തി, അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചിത്രത്തിൽ എനിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ അതിനും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് സരിൻ പറഞ്ഞ പോലെ ഞാൻ 20-ാം തീയതി 19-ാം തീയതി 18-ാം തീയതിയോ വന്ന് എന്റെ വോട്ട് രേഖപ്പെടുത്തി പോവാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ ഈ 2 ദിവസം മുന്നേ വരേണ്ടി വന്നത് ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എന്റെ പേര് അതും ഒരു വ്യാജ വോട്ട്, ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ കണ്ടത്. എനിക്ക് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പാതയാണ്, എന്റെ പാതയല്ല. ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതില്ല. പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല, കാരണം അത് എന്റെ വഴിയല്ല. ഞാൻ പിന്നെയും പറയുന്നു, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട ഈ അധിക്ഷേപം, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ മതിയാവും. കാരണം ഇത് കേട്ട ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട മിണ്ടാതിരിക്കേണ്ട കഴിവ് എനിക്കില്ല. കാരണം ഞാനൊരു വ്യാജ വോട്ടറല്ല, 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 2018-ലാണ് ഈ കാണുന്ന വീട് ഞാൻ വാങ്ങുന്നത്. ഞാൻ എന്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടി, ഒരേ ഒരു പ്രോപ്പർട്ടി, എനിക്കുള്ള ആകെ ഉള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാടാങ്കോടുള്ള ഈ വീടാണ്. 2018 ഇത് വാങ്ങുമ്പോൾ 2024 ഒരു ബൈ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നു. എന്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആവുമെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങിയിട്ടുണ്ട്. ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പാലക്കാടിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം, സമാധാനമായിട്ട് ജീവിക്കാൻ, സ്വന്തമെന്ന് പറയുന്ന ഒരു കുണ്ടു ഭൂമിയും ഒരു വീടും വേണം എന്നുള്ളത് ഞാൻ ഇന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സൈൻ പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങിയതല്ല, കയ്യിലുള്ള പൈസയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. HDFC ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. അതിന്റെ ലോൺ അടച്ചു തീർന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ 2018 വാങ്ങിയ ഒരു വീടാണിത്. ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നെന്മാറ അവൈറ്റിസിലാണ് എന്റെ 5 വർഷത്തോളം ഞാൻ ഇപ്പോൾ ഷാർജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴെ ഇതിലായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിന്റെ റെന്റ് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് എന്റെ ഈ വീടിന്റെ ആധാരമാണ്. ഇതാരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിന്റെ ആധാരമാണ്. ബാങ്കിനോടൊക്കെ അടച്ചു തീർന്നപ്പോൾ ഇതിൽ ഒറിജിനൽ കൈ കിട്ടി. അപ്പൊ അങ്ങനെ കൈ കിട്ടി. ഇതിന്റെ ഒറിജിനൽ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തിട്ടുള്ളത് ഈ നമുക്ക് ഇതൊക്കെ അറിയാലോ, ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആധാരങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് കയ്യിലുണ്ടായിരുന്നു. ഇനിയുള്ളത് ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ
5-6 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി അടച്ച ടാക്സിന്റെ രേഖകളാണ്. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. എന്റെ പേരിൽ അടച്ച ടാക്സ് ഈ വീട് എന്റെ മാത്രം പേരിലാണ്. ഇത് ഇതിന്റെ റെന്റ് എഗ്രിമെന്റാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള റെന്റ് എഗ്രിമെന്റ് ആണ്. അതും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ഡി ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെയ്യാനത് പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ഡി ആണ്. എനിക്കും ശരിയാണ്. അപ്പൊ ഇല്ല, ഇത് ഞങ്ങൾ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ്. അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതി. സോ ഒരു വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടെ, അതും പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ്. ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല, പ്രചാരകയുമില്ല. എന്നെ നിങ്ങൾക്ക് സൗമ്യ സെൻ എന്ന് പറയുന്ന എന്ത് വ്യക്തിത്വം മാത്രം കണ്ടാൽ മതി. പക്ഷെ ഇത്തരത്തില് രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്നത് അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നു. വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കൈ കെട്ടി ഇരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം, കാണിച്ചു തരണം, അത് രേഖയടക്കം കാണിച്ചു തരണം വിചാരിച്ചതും വളരെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇല്ല, 13-ാം തീയതി ആകുമ്പോൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടി സൗമ്യ എന്തായാലും മകളൊക്കെ തനി പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയായിട്ട് വന്നതല്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ പറഞ്ഞു. അതെ, മനസ്സിലായി. ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രസംഗിച്ചിരുന്നു പരസ്യമായിട്ട്. ആയിക്കോട്ടെ, അത് സരിയോട് ചോദിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ ഭാര്യമാരെ ഈ ഭർത്താക്കന്മാർക്ക് ഒരു വാദമായിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്, എന്റെ നിലപാടുകൾ വ്യത്യസ്തമാണ്, എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസമാധാനത്തോടുകൂടി ചെയ്തു പോകുന്ന, എന്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ. ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അത് ഞാൻ പൂർണ്ണ ഉത്തരവുമാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്തെങ്കിലും ചോദിച്ചു പ്രതിപക്ഷത പറഞ്ഞത് സരിന്റെ വീടാണോ ഇല്ലെന്നുള്ളതെല്ലാം ഡിബേറ്റിംഗ് പോയിന്റ് തന്നെ 3 മാസം മുമ്പാണ് സരിന് ചേർത്തത്. അത് നിയമപ്രകാരം തെറ്റ് എന്ന ആരോപണമാണ് പ്രതിപക്ഷത. താമസിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് അതിന് തെളിവെന്താണ്? ഞാൻ 6 മാസം താമസിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം, എനിക്ക് ഒറ്റപ്പാലത്ത് വീടുണ്ടായിരുന്നു, വീടുണ്ട്, തിരുവില്ലോമലയിൽ എന്റെ അമ്മയുടെ പ്രോപ്പർട്ടി. ഞാൻ അവിടെ എപ്പോഴും പോകുന്ന ഒരാളാണ്. എന്റെ ഈ വീട്ടിൽ എന്റെ മുകളിൽ എനിക്ക് വേണ്ടി എപ്പോഴും ഒഴിച്ചിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഏതൊക്കെ രാത്രികളിൽ ഇവിടെ താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു, ഏതൊക്കെ രാത്രികളിൽ തിരുവില്ലാമല താമസിക്കുന്നു എന്ന് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? എനിക്കതിന് ഉത്തരം തന്നെ. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു, ഉറങ്ങുന്നു, അന്തി ഉറങ്ങുക എന്നതല്ലേ ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കാന്, കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം താമസിക്കുക എന്നുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിലുള്ള വോട്ടർമാർ, പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന വോട്ടർമാർ എന്തിനേറെ പറയുന്നു 6 മാസം ഇടയ്ക്ക് ഒരു രാത്രി വേറെ സ്ഥലത്ത് പോയി താമസിച്ചാൽ നമ്മൾ വോട്ടർ തന്നെയാവും. എനിക്ക് മനസ്സിലായിട്ടില്ല ആ നിയമപ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹമാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ്, എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീടുണ്ടായിരുന്നു, അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു. എന്റെ സ്വന്തം വീട്ടിലെ മുകൾ നില എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടുള്ളതായിരുന്നു. എന്റെ അമ്മ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഇവിടെ എപ്പോ പോകണം എപ്പോ പോകരുതെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവാണ്. ഇതേ സംഭവം തന്നെയാണ് സാറേ സംഭവിച്ചത്. അതായത് CPM തിരിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ ആളുകൾ ഉന്നയിച്ചപ്പോൾ എന്താണ് CPM ആരോപിച്ച ആരോപണം? ഞാൻ പറയാം. CPM ആരോപിച്ച ആരോപണം ഞാൻ പറയാം. എന്താ പറഞ്ഞ ഇല്ലാത്ത വീടിന്റെ പേരിൽ റെന്റ് അഗ്രിമെന്റ് ഇല്ലാത്ത, ഇത് എന്റെ സ്വന്തം വീടാണ്, എന്റെ സ്വന്തം വീടാണ്, വാടക വീടാണോ ഞാൻ വോട്ടർ ഐ ഡി ചേർത്തിരിക്കുന്നത്? ആണോ? ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം പോലെ പത്രപ്രവർത്തകർ സംസാരിക്കരുത്. ക്ലാരിഫിക്കേഷൻ ചോദിക്കാം.
പക്ഷെ അത് ബോധപൂർവ്വം ഒരു ലൈനിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധത്തിന് പാടില്ല. എന്നോട് വേണമെങ്കിൽ വിരോധമാവാം, പക്ഷെ ഞാൻ പറയുന്ന വസ്തുതകൾ എന്തിനാണ് വിരോധത്തോടെ കാണുന്നത്? എന്താ CPM പറഞ്ഞത്? ഇപ്പോഴും CPM പറയുന്നത് എന്താ? വ്യാജ വോട്ടർമാർ തന്നെയാണ് കോൺഗ്രസ് ചേർത്തവരും BJP ചേർത്തവരും. അവർ എന്ത് ഐഡന്റിറ്റിയുടെ പേരിലാണ് ഇവിടെ വീടുണ്ടെന്നും അതിന്റെ അഗ്രിമെന്റ് ഉണ്ടെന്നും പറഞ്ഞ് തെളിയിക്കട്ടെ. നമ്മൾ തെളിയിച്ചല്ലോ, തെളിയിക്കട്ടെ. ഇലക്ഷൻ മുന്നിൽ കണ്ട് ഇതിലേക്ക് വോട്ട് മാറ്റി എന്നുള്ളതാണ് ആരോപണം. എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് എവിടെ വോട്ട് ചെയ്യണം? എന്റെ സ്വന്തം വീടുള്ള സ്ഥലത്ത് 7 വർഷമായി വീടുള്ള സ്ഥലത്ത് ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളെന്ന രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന നിയമം എന്താണ്? വോട്ട് ചെയ്യരുത് ഞാനിവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ്?